ഹായ്. ഏജ് യങ് എന്നാൽ പ്രായമാകുമ്പോഴും യുവത്വത്തോടു കൂടി ഇരിക്കുക, ആരോഗ്യത്തോടു കൂടി ഇരിക്കുക. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഞ്ചസാരയെക്കുറിച്ച് പറഞ്ഞിരുന്നു. പഞ്ചസാര എന്ന വെളുത്ത വിഷത്തെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അത് കണ്ടപ്പോൾ പലരും അന്വേഷിച്ചിരുന്നു. പഞ്ചസാരയ്ക്ക് ബദലായിട്ട് പ്രമേഹ രോഗികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മധുരം ഏതാണ് എന്നുള്ളത്. ഒരുപാട് ആൾട്ടർനേറ്റീവ്സ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ നാച്ചുറലായിട്ടുള്ള ഒരു മധുരത്തെക്കുറിച്ചാണ്, നാച്ചുറലായിട്ട് പ്രമേഹ രോഗികൾക്ക് യൂസ് ചെയ്യാവുന്ന, ഒരു പരിധി വരെ യൂസ് ചെയ്യാവുന്ന ഒരു മധുരത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. പഞ്ചസാരയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത്, പ്രമേഹ രോഗികൾക്ക് ഏറ്റവും വലിയ പ്രശ്നമാവുന്നത് അതിൻ്റെ ഉയർന്ന ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ്. 60-70 ഒക്കെയാണ് അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വരുന്നത്. അത് സ്വാഭാവികമായിട്ടും പഞ്ചസാര കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഷുഗർ ഷൂട്ടപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത്. സാധാരണഗതിയിൽ ഗ്ലൈസിമിക് ലോഡ് പഞ്ചസാര കൊണ്ട് അധികം പ്രശ്നം ഉണ്ടാവുന്നില്ല, കാരണം അത്രയധികം പഞ്ചസാര കഴിക്കുമ്പോഴേ ലോഡ് വരുന്നുള്ളൂ. ഗ്ലൈസിമിക് ലോഡ് ഏറ്റവും അധികം ഷുഗർ പേഷ്യൻസിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് വെളുത്ത അരി, മൈദ അങ്ങനെയുള്ള ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങളാണ്. പക്ഷെ പഞ്ചസാരയിൽ വരുന്നത് ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതൽ ഉണ്ടാക്കുന്നു, അതായത് പെട്ടെന്ന് ബ്ലഡിൽ ഷുഗറിൻ്റെ ഷൂട്ടപ്പ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ മധുരങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് നമ്മുടെ ചിന്തയിൽ വരുന്നത് ശർക്കരയാണ്. പക്ഷേ ശർക്കര ഒരു മീഡിയം ഗ്ലൈസിമിക് ഇൻഡെക്സ് മുതൽ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് വരെ നിൽക്കുന്നുണ്ട്. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ശർക്കരയൊക്കെ പലതും പഞ്ചസാരയുടെ ഒപ്പമോ പഞ്ചസാരയേക്കാൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലുള്ളതോ ഒക്കെ ആയിട്ടുള്ള ശർക്കരകളുണ്ട്. നല്ല ക്വാളിറ്റി ശർക്കര ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മീഡിയം ഗ്ലൈസിമിക് ഇൻഡെക്സിൽ നിൽക്കും. പക്ഷേ അതിനേക്കാളൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മധുരത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് പനഞ്ചക്കരയാണ്. പനയിൽ നിന്ന് എടുക്കുന്ന, പനയുടെ നീര് വറ്റിച്ച് ഉണ്ടാക്കുന്ന ചക്കരയാണ് പനഞ്ചക്കര അഥവാ കരിപ്പെട്ടി എന്നൊക്കെ പറയുന്ന സംഭവം. തമിഴ്നാടാണ് അതിൻ്റെ കേന്ദ്രം. കേരളത്തിൽ വളരെ കുറച്ച് ഉൽപ്പാദനമേ ഉള്ളൂ, ഇല്ല എന്ന് തന്നെ പറയാം. തമിഴ്നാട്ടിൽ ഇത് വളരെ നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഈ ശർക്കര, പനഞ്ചക്കര, പഞ്ചസാര അങ്ങനെയുള്ള സ്വീറ്റ്നേഴ്സിൽ വെച്ചിട്ട് ഗ്ലൈസിമിക് ഇൻഡെക്സ് ഏറ്റവും കുറവുള്ള ഒരു സ്വീറ്റ്നറാണ് പനഞ്ചക്കര എന്ന് പറയാം. അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വരുന്നത് 30, 40 താഴെയായിട്ടാണ് അത് കണ്ടിട്ടുള്ളത്. അത് ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു സ്വീറ്റ്നർ ആണ്. അപ്പോൾ അതുകൊണ്ട് ബ്ലഡ് അധികം ഷൂട്ടപ്പ് ചെയ്യുന്നില്ല. അധികം അത് മാത്രം ഇരുന്ന് കഴിക്കാനൊന്നും പറ്റില്ല. പക്ഷേ നമുക്ക് സാധാരണഗതിയിൽ ഒരു പ്രമേഹ രോഗിക്ക് ചായയിലോ കാപ്പിയിലോ ഉപയോഗിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. മാത്രമല്ല കാപ്പി, അതുപോലെ കേക്ക്, മറ്റ് പലതരത്തിലുള്ള പാനീയങ്ങളിലൊക്കെ ഇത് ഉപയോഗിക്കും. ഇതിന് സവിശേഷമായിട്ടുള്ള ഒരു ടേസ്റ്റും കൂടി ഉണ്ട്. പ്രത്യേകിച്ച് കാപ്പിയൊക്കെ ആയിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന ഒരു ടേസ്റ്റാണ് പനഞ്ചക്കരയ്ക്കുള്ളത്. സാധാരണ ശർക്കരയെക്കാളും നല്ല ഒരു ടേസ്റ്റാണ് അത് കിട്ടുന്നത്. പലർക്കും അത് ഇഷ്ടമാണ്. തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിപ്പട്ടി കാപ്പി പ്രത്യേകമായിട്ട് വിൽക്കുന്ന കടകൾ തന്നെയുണ്ട്. ഇപ്പോൾ പാലക്കാടും അത് കിട്ടാൻ, കേരളത്തിൽ പാലക്കാടാണ് ഞാനത് കണ്ടിട്ടുള്ളത്. ചില കടകളിൽ കരിപ്പട്ടി കാപ്പി സ്പെഷ്യലായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ടേസ്റ്റ് മാത്രമല്ല, പോഷക സമ്പന്നമാണ്. സാധാരണ ശർക്കരയേക്കാൾ പഞ്ചസാര ഒട്ടും പോഷകമില്ലാത്തൊരു സാധനമാണ്. അതിൽ സുക്രോസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷേ ശർക്കര കുറേയും കൂടി പോഷക സമ്പന്നമാണ്. അതിനേക്കാളും പോഷക സമ്പന്നമാണ് ഈ കരിപ്പട്ടി അഥവാ പനഞ്ചക്കര എന്ന് പറയാം. അതിൽ കാൽസ്യം നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട്, അയൺ അടങ്ങിയിട്ടുണ്ട്, മഗ്നീഷ്യം തുടങ്ങിയിട്ടുള്ള വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്, ഒരു പരിധിവരെ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ള മിനറൽസ് അടങ്ങിയിട്ടുള്ള ഒരു വസ്തുവാണ്, ഒരു സ്വീറ്റ്നറാണ് ഈ പനഞ്ചക്കര എന്ന് പറയാം. ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങളാണ് ഈ പനഞ്ചക്കര ഉണ്ടാക്കുന്നത്. പലതരത്തിലുള്ള മെഡിസിനൽ പർപ്പസിനും ഈ പനഞ്ചക്കര ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമ്മളുടെ ആമാശയം, കുടലൊക്കെ ക്ലീൻ ചെയ്യാൻ വളരെ നല്ലതാണ് എന്ന് തമിഴ് ആയുർവേദ വിദഗ്ധർ പറയുന്നുണ്ട്. അതുപോലെ നമുക്ക് ഉന്മേഷം ഉണ്ടാക്കുന്ന ഒരു ഫുഡും കൂടിയാണ്. അതായത് അത് നമ്മൾ ക്ഷീണിച്ചിരിക്കുമ്പോൾ അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉണർവും ഉന്മേഷവും എനർജിയും ഒക്കെ കൈവരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ളതാണ്, വളരെ നല്ല ഒരു ഭക്ഷണം ആണ് ഈ പനഞ്ചക്കര എന്ന് പറയുന്നത്. അനീമിക് ആയിട്ടുള്ള ആൾക്കാർക്ക് പനഞ്ചക്കര കൊടുക്കുകയാണെങ്കിൽ അത് വളരെയധികം ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ളതുകൊണ്ടായിരിക്കും രക്തത്തിൽ ഹിമോഗ്ലോബിൻ്റെ കുറവിനെ പരിഹരിക്കാൻ പനഞ്ചക്കരയ്ക്ക് കഴിയും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കുടലിന് മാത്രമല്ല, നമ്മുടെ കരളിനെ ശുദ്ധീകരിക്കാനും പനഞ്ചക്കരയ്ക്ക് പ്രത്യേക കഴിവുണ്ട് എന്ന് ആയുർവേദ വിദഗ്ധർ പറയുന്നു. അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റുകളെ കൊണ്ട് വളരെ സമ്പുഷ്ടമാണ് ഈ പനഞ്ചക്കര എന്ന് പറയുന്നത്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മളെ പ്രായമാകുന്ന പ്രക്രിയയെ കുറയ്ക്കുന്നു, ജരാനരകളെ കുറയ്ക്കുന്ന ഒരു സംഭവമാണ് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ്
ഈ പനഞ്ചക്കര എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ അടുത്ത് കേരളത്തിൽ ഇതിന്റെ പ്രൊഡക്ഷൻ ഇല്ല എന്ന് പറഞ്ഞു, തമിഴ്നാട്ടിലാണ് ഇതിന്റെ പ്രൊഡക്ഷൻ ഉള്ളത്. ഇതിന്റെ പ്രൊഡക്ഷനിൽ ഒരു പ്രത്യേകത ഉള്ളത് എന്താ വെച്ചാൽ ഈ പന നീര് പതനിയാക്കുക എന്നാണ് പറയുക. അത് ഒരു പ്രത്യേക ചട്ടിയിൽ വെച്ച് കുറുക്കിയതിന് ശേഷം അത് ചിരട്ടകളിൽ ഒഴിച്ചിട്ട് ആ ചിരട്ടകളിൽ വെച്ച് തണുക്കാൻ അനുവദിക്കുകയാണ് ചെയ്യുക. അപ്പം അങ്ങനെ തണുത്ത് വരുമ്പോൾ ചിരട്ടയുടെ ഷേപ്പിൽ അർദ്ധഗോളാകൃതിയിലാണ് ഈ പനഞ്ചക്കര കിട്ടുന്നത്. അത്യാവശ്യം സൈസുള്ള വലിപ്പമുള്ള ഇതാണ് കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ജലാംശം കുറച്ച് ട്രാപ്ഡായി പോകും. അതായത് ഒരു 10% മുതൽ 20% വരെ ജലാംശം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. ഇത് ഒരു പ്രശ്നമാണ്. തമിഴ്നാട്ടിലെ കാലാവസ്ഥയിൽ ഇത് പ്രശ്നമല്ല. കാരണം ഈ ജലാംശം കുറേശ്ശെ അതിസൂക്ഷ്മമായ ദ്വാരങ്ങളിലൂടെ ഇത് കുറേശ്ശെ പുറത്തേക്ക് വന്ന് വേപ്പറൈസ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ തമിഴ്നാട്ടിൽ ഇത് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് വയ്ക്കുക അല്ലെങ്കിൽ ടിന്നിൽ അടച്ചു വയ്ക്കുക ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജലാംശത്തിന് പുറത്തേക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ആ പുറത്തു വരുന്ന ജലാംശം ഒരു നനവായിട്ട് അതിൻ്റെ ചുറ്റും പറ്റിപ്പിടിക്കുകയും അത് പിന്നീട് പൂപ്പ് വരാൻ അല്ലെങ്കിൽ വെള്ളം ഒലിച്ച് കേടുവന്ന് പോകാനും ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവാനൊക്കെ കാരണമാകും. തമിഴ്നാട്ടിലെ കാലാവസ്ഥയിൽ ഇത് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ തുറന്നു വയ്ക്കുകയാണ് ചെയ്യുക. തുറന്നു വയ്ക്കുക അല്ലെങ്കിൽ പനയോല കൊണ്ട് നെയ്തിട്ടുള്ള എയർ സർക്കുലേഷൻ ഉള്ള പാത്രങ്ങളിൽ സൂക്ഷിക്കുകയോ ആണ് ചെയ്യുക. പക്ഷെ കേരളത്തിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ പുറത്തും ഈർപ്പം കൂടുതലാണ്. തമിഴ്നാട്ടിലെ ഡ്രൈ ആയിട്ടുള്ള കാലാവസ്ഥയല്ല കേരളത്തിലുള്ളത്. പ്രത്യേകിച്ച് ഇപ്പം ശരിക്കും പറഞ്ഞാൽ 3 മാസമൊക്കെയാണ് നമുക്ക് ഡ്രൈ കാലാവസ്ഥ വരുന്നത്. മാർച്ച് ഒരു ഫെബ്രുവരി പകുതി മുതൽ ഒരു മെയ് പകുതി വരെ ഒക്കെ മാത്രമേ നമുക്ക് ഡ്രൈ കാലാവസ്ഥ വരുന്നുള്ളൂ. ബാക്കി എല്ലാ സീസണിലും ഒന്നുകിൽ മഴ അല്ലെങ്കിൽ മഞ്ഞ് ഒക്കെ ആയിട്ട് അന്തരീക്ഷത്തിൽ ഈർപ്പത്തിന്റെ അംശം കൂടുതലുണ്ടാവും. അതുകൊണ്ട് ഈ കാലാവസ്ഥകളിൽ കേരളത്തിൽ ഇത് സൂക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേടുവന്നു പോകും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം. ഇത് കേടുവന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പ്രിസർവേറ്റീവ്സ് ചേർക്കുക, ഫംഗിസൈഡ്സ് ചേർക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും കേരളത്തിലെ സൂപ്പർ മാർക്കറ്റുകളിൽ പലപ്പോഴും ഒരു 400 ഗ്രാമിന്റെ അർദ്ധഗോളാകൃതിയിലുള്ള കട്ട പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞിട്ട് മനോഹരമായിട്ട് പൊതിഞ്ഞ് ലേബലൊക്കെ ഒട്ടിച്ച് വരുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാജമാണ്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാൻ കഴിയും പനഞ്ചക്കരയുടെ ടേസ്റ്റ് അത് ഉണ്ടായിരിക്കില്ല. അത് വ്യാജമാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഇത് നമ്മൾ കണ്ട് തിരിച്ചറിയാൻ വേണം. പനഞ്ചക്കര ഒരിക്കലും പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് സൂക്ഷിക്കാൻ കഴിയില്ല. കാരണം ഈ ഈർപ്പം പുറത്തേക്ക് വരുന്ന ഒരു പ്രശ്നം കൊണ്ട് തന്നെ. അപ്പോൾ കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് തുറന്നിട്ട് സൂക്ഷിക്കാൻ കഴിയില്ല. കാരണം ഈ ഈർപ്പം അകത്തും പുറത്തും ഈർപ്പമാകുമ്പോൾ സ്വാഭാവികമായിട്ട് അത് വെള്ളം ഒലിക്കുകയും പെട്ടെന്ന് കേടുവന്ന് പോവുകയും ചെയ്യും. മാക്സിമം 1 മാസമൊക്കെയാണ് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുക. വേനൽക്കാലത്ത് മാത്രം ഒരു 3 മാസം വരെയൊക്കെ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഈ 1 മാസം ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അത് കേടുവന്നു. അപ്പോൾ നമ്മൾ പനഞ്ചക്കര ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രഷ് ആയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള പനഞ്ചക്കര ഫ്രഷ് ആയിട്ട് വാങ്ങുക, അപ്പം തന്നെ ഉപയോഗിച്ച് തീർക്കുക എന്നുള്ളതാണ്. ഇതിനൊരു പരിഹാരമായിട്ട് ഒരുപാട് കാലം ശ്രമിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ കണ്ടെത്താൻ പറ്റിയൊരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഗ്രാനുവലായിട്ട് സൂക്ഷിക്കാവുന്നതാണ്. ഗ്രാനുവലാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ തരി രൂപത്തിലാക്കിയിട്ട് നന്നായിട്ട് ഡീഹൈഡ്രേറ്റ് ചെയ്യുക, ജലാംശം കംപ്ലീറ്റ് കളയുക. അപ്പോൾ ഒരു 2%, 20% എന്നുള്ളതിന് പകരം ഒരു 2%-ൽ താഴെ മാത്രമേ അതിൽ ജലാംശം വരുള്ളൂ. ഗ്രാനുവൽ രൂപത്തിലാക്കി ഡീഹൈഡ്രേറ്റ് ചെയ്യാം. അപ്പം ഈ രൂപത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് പ്ലാസ്റ്റിക് കവറിൽ അടച്ചിട്ടോ ടിന്നിൽ അടച്ചിട്ടോ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഏകദേശം 1 വർഷം വരെ ഇരിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. എങ്ങനെ വന്നാലും ഒരു 6 മാസം ശരിക്കും അടച്ച് സൂക്ഷിക്കുകയാണ്. ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ ഉപയോഗിക്കുകയും ചെയ്യാണ്. ഫ്രിഡ്ജിൽ വെക്കരുത്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ഫ്രിഡ്ജിൽ വെച്ചാൽ അത് തണുത്തിരുന്ന പ്രശ്നമില്ല, പക്ഷേ ഈർപ്പം തട്ടരുതെന്നേ ഉള്ളൂ. പക്ഷെ അത് പുറത്തേക്ക് എടുത്ത് നമ്മൾ പുറത്തുനിന്ന് ഈ സാധനം തുറന്ന് എടുക്കുന്ന സമയത്ത് അതിൽ ഈർപ്പം കണ്ടൻസ് ചെയ്യും. അന്തരീക്ഷത്തിലുള്ള ഈർപ്പം, തണുത്തിരിക്കുന്ന ഒരു വസ്തുവിൽ ഈർപ്പം പെട്ടെന്ന് കണ്ടൻസ് ചെയ്യും. അങ്ങനെ ഈർപ്പം കണ്ടൻസ് ചെയ്യുകയും പിന്നീട് ആ ഈർപ്പം പിന്നീട് അത് കേടുവരുന്നതിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ അതൊരു കാരണവശാലും ഫ്രിഡ്ജിൽ വെക്കരുത്. അത്യാവശ്യം വാമായിട്ടുള്ള ചൂടുള്ള സ്ഥലത്ത് അടച്ച് സൂക്ഷിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഗ്രാനുവൽ രൂപത്തിലുള്ള പനഞ്ചക്കര. അപ്പോൾ പനഞ്ചക്കര ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. ഒന്നുകിൽ ഗ്രാനുവൽ രൂപത്തിലുള്ളത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള പനഞ്ചക്കര വാങ്ങിയിട്ട് അത് ഈർപ്പം തട്ടി പോകുന്നതിന് മുമ്പ് തന്നെ ഉപയോഗിച്ച് തീർക്കുക എന്നുള്ള. 1 മാസത്തിൻ്റെ ഉള്ളിൽ, 1 മാസമൊക്കെ കഷ്ടിയായിരിക്കുള്ളൂ നല്ല പനഞ്ചക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഏതെങ്കിലും പനഞ്ചക്കര പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിട്ടോ ടിന്നിൽ അടച്ചിട്ടോ ഒരു 2 മാസത്തിൽ കൂടുതലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉറപ്പിച്ചോളുക അത് ഒറിജിനൽ അല്ല, വ്യാജമാണ് എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ നല്ല ഭക്ഷണം ഉപയോഗിക്കുക. ചിലർ ചോദിക്കാറുണ്ട് നല്ല പനഞ്ചക്കര എവിടെ കിട്ടും എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ അന്വേഷിക്കുക, കണ്ടെത്തുക. ഇനി കണ്ടെത്താൻ കഴിയാത്തവർക്കായിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പം
പ്രായമാകുമ്പോഴും യുവത്വത്തോടു കൂടി ഇരിക്കുക, നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് ആരോഗ്യത്തോടു കൂടി ഇരിക്കുക. ഏജ് യങ്.